ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വികാരിയത്തിൽ എന്നെ നിങ്ങൾ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ജോസഫ് അരഞ്ഞാണി മൂലിക്കൽ. ഒരു കാലത്ത് ഞാനിവിടെ വികാരിയായിരുന്നു. അതിനു മുമ്പ് കൊണ്ടുതോട്ടിൽ നിന്നും ഇവിടെ വന്ന് കുർബാന അർപ്പിച്ചിരുന്നു. ആദ്യമായിട്ട് ഇവിടെ കുർബാന അർപ്പിച്ചത് ഞാനാണ്. അതുകൊണ്ടാണ് ഇന്നിവിടെ വരാനിടയായത്. അത് നവംബർ മാസത്തിലെ ഈശോയുടെ രാജ്യത്തെ തിരുനാൾ ദിവസമായിരുന്നു. കുട്ടികൾക്കൊന്നും അധികം പരിചയമില്ല. ഇവിടെ ചിലർ മഞ്ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഷെഡ് വെച്ച് കമ കൊണ്ട് തൂണുണ്ടാക്കി തൂണും ബന്ധം വെച്ച് ഓല കഴിഞ്ഞ് ഒരു ചെറിയ കെട്ടിടം തറയൊക്കെ പൊടി പിടിച്ച് കല്ല് ഒതുക്കിയ ഷെഡ്, അതിൻ്റെ ഒരറ്റത്ത് ഒരു മേശയിട്ട് അവിടെയാണ് ആദ്യമായിട്ട് വിശ്വവിദ്യ അർപ്പിച്ചത്. ആ കാലഘട്ടമൊക്കെ ഞാൻ ഓർക്കുകയാണ്. ഈ കുട്ടികളൊന്നും അന്നുണ്ടായിട്ടില്ല. പല കുട്ടികൾക്കൊന്നും അതിനുള്ള പ്രായമായ ചുരുക്കം പേർക്കൊക്കെ അറിയാം. അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്നില്ല. മഞ്ചേട്ടനും ഉണ്ടായിരുന്നവരൊക്കെ ആയിട്ട് അവരുടെയൊക്കെ തീക്ഷണമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അന്നവിടെ ഷെഡുണ്ടാക്കി പള്ളി ആരംഭിച്ചത്. അതിനു മുമ്പായിട്ട് വെള്ളവേലിൽ വെച്ച് തന്ന ഈ സ്ഥലം കൈവശമാക്കി കാട് വെട്ടി ചുട്ട് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഇവിടെയുള്ളവർ പറഞ്ഞത് ഇവിടെ പള്ളി വെക്കണം. ഞങ്ങൾ 30 വീട്ടുകാരുണ്ട്. പിതാവിൻ്റെ അടുത്ത് അപേക്ഷ വെച്ചു. പിതാവ് കൊണ്ടുതോട്ടി വന്ന് എന്നെ കണ്ട് സംസാരിച്ചു. പിതാവിനെ ഈ സ്ഥലം ഒന്ന് കാണുന്നുള്ളൂ. പിതാവ് ഇവിടെ വന്നു. അത് താഴെ വരെ എനിക്ക് വരും. അതിനുശേഷം പിന്നെ മരമൊക്കെ വെട്ടിയിട്ടിരിക്കുക തീയിട്ട് അതിലൊരു ചെറിയ വഴിയൊക്കെ വാങ്ങിയുണ്ടാക്കി പിതാവിനെ കയ്യെ പിടിച്ച് കുന്നാക്കി. നമ്മളത് താഴേക്ക് നോക്കി പിതാവ് ഇത് വലിയ കുന്നാണല്ലോ, താഴെ കുറച്ച് സ്ഥലങ്ങളിൽ നിരന്ന സ്ഥലം കിട്ടണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നിരന്ന സ്ഥലത്തിന് ആവശ്യപ്പെട്ടു. അങ്ങനെ കുടുംബത്തിനോട് പറഞ്ഞ് യാഗ കുഞ്ഞത്തിനോട് പോയി സമ്മതം ചെയ്ത് മേടിച്ചതാണ് താഴെയുള്ളപ്പോൾ സ്കൂളിലിരിക്കുന്ന സ്ഥലം, ഒരേക സ്ഥലം. അങ്ങനെയാണ് അവിടെ സ്കൂളിന് സ്ഥലം കിട്ടിയത്. ബാക്കി സ്ഥലത്ത് ജനം പള്ളിക്ക് ഷെഡുണ്ടാക്കി പണി ആരംഭിച്ചു. പണിയെന്ന് പറയാൻ ഷെഡിൻ്റെ പണികളൊക്കെ ആരംഭിച്ചു. അതിനുശേഷം നവംബർ മാസം ക്രിസ്തുരാജൻ്റെ തിരുനാൾ ദിവസം കൊണ്ടുതോട്ടിയിൽ നിന്ന് ഇവിടെ വന്ന് വലിയ അർപ്പിച്ചു. കുറച്ചാളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഭക്തിയോടുകൂടി സജീവമായിട്ട് പങ്കുകൊണ്ടു. വീണ്ടും എല്ലാ ശനിയാഴ്ചയും കൊണ്ടുപോകാറ് താമസമായിരുന്നു. ഞായറാഴ്ച കൊണ്ടുതോട്ടിൽ 2 കുർബാന. അതിനുശേഷം കരിങ്ങാടിന് കൊണ്ടുപോയി 12 മണിക്ക് പോയാലേ 4 മണിക്ക് അവിടെ എത്തുള്ളൂ കുർബാനയുടെ സമയത്ത്. അങ്ങനെ നടന്നു വഴിയൊന്നുമില്ല. കാടൊക്കെ കുഴഞ്ഞു മാറ്റി, പുല്ലൊക്കെ മാറ്റി അങ്ങനെ നടന്ന് അവിടെ എത്തി കുർബാന അർപ്പിച്ച് ചിലപ്പോൾ കാരണം തന്നെ തിരിച്ചു പോരും. രാത്രിയാകും കൊണ്ടുതോട് വരുമ്പോഴത്തേക്ക്. അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ശനിയാഴ്ച വൈകിട്ട്, ഞായറാഴ്ച കൊണ്ടുതോട്ടുകളുണ്ട് കുർബാന, പിന്നെ കരിങ്ങാടിൽ കുർബാന. അങ്ങനെയായിരുന്നു അന്നത്തെ ജീവിതം. ഇതെല്ലാം നടന്നൊക്കെ പോലെ. റോഡില്ല, സൗകര്യങ്ങളില്ല, എല്ലാം കാട് പിടിച്ച സ്ഥലം, കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടുത്തെ കുട്ടികളോട് പറഞ്ഞാൽ അവർ ചോദിച്ചു വെച്ചാൽ വെടിയാണ്, ഇതെല്ലാം പറഞ്ഞത് വെടിയാണ്. പക്ഷെ ഇതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. അന്നത്തെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചുരുക്കത്തിലെ ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാവർക്കും ഉണ്ടാകും. പലരെയും കാണാനും സംസാരിക്കാനും സന്തോഷം പങ്കുവെക്കുവാനൊക്കെ സാധിച്ചു. പ്രധാനപ്പെട്ട വികാരിയച്ഛൻ
എല്ലാം നല്ല വൃത്തിയായിരിക്കും. എല്ലാവർക്കും ഇരിക്കാനും സൗകര്യങ്ങളും ബെഞ്ചും നീരും എല്ലാം ഉണ്ട്. ഒക്കെ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവുമാണ് ഇവിടെ അറിയിക്കുന്നത്. അതുകൊണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിനും ദൈവസ്നേഹം ഉണ്ടാകട്ടെ. എല്ലാവരും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കാൻ ദൈവം ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. രാജാക്കളുടെ രാജാവായ ഈശോ കുരിശുരൂപത്തിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ അറിയാനുള്ള INRI എന്ന് പറഞ്ഞാൽ എന്താണ്? യേസൂസ് നസ്രായ റെക്സ് യൂദയോരും. ലത്തീൻ വാക്കാണ്. യേസൂസ് നസ്രായ റെക്സ് യൂദയോരും. യൂദന്മാരുടെ രാജാവായ നസ്രായനായ ഈശോ നമ്മുടെ രക്ഷകനാണ്. ഹൃദയത്തിൽ വിശ്വസിച്ച് അധരങ്ങൾ ഏറ്റുപറഞ്ഞ് ഈശോയെ അംഗീകരിക്കുന്നവർ രക്ഷപ്പെടാറുണ്ട്. നിങ്ങളൊക്കെ രക്ഷയുടെ വഴിയിലാണ്, രക്ഷ പ്രാപിച്ചവരാണ്. രക്ഷിക്കപ്പെട്ടവർ പറഞ്ഞൊരു വിഭാഗം ആൾക്കാരുണ്ട്. രക്ഷിക്കപ്പെട്ടവർ അവർ നമ്മുടെ കുട്ടികളോട് ചോദിക്കുകയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു, നീ രക്ഷ പ്രാപിച്ചോ? നീ രക്ഷിക്കപ്പെട്ടവരാണ്. ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടവരാകട്ടെ, നീ ഞങ്ങളെ കുറിച്ച് കൊടുക്കുന്ന നീയും രക്ഷ പ്രാപിക്കും. അങ്ങനെയാണ് അദ്വൈത വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഈശോ രക്ഷകൻ എന്ന് അംഗീകരിക്കുന്നു. നമ്മളെ അങ്ങനെ അവർ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈശോ രക്ഷകനാണെന്ന് നമ്മൾ അംഗീകരിച്ച് വിശ്വാസം കൊണ്ട് ഏറ്റുപറഞ്ഞ് ജീവിക്കുമ്പോൾ രക്ഷയുടെ വഴിയിലായിരിക്കും നമ്മളെല്ലാവരും. രക്ഷ നമുക്ക് കൈവരട്ടെ, നമ്മുടെ കുടുംബം രക്ഷപ്പെടട്ടെ. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് സമയം ഇതിനെ ചുറ്റി നടക്കുകയായിരുന്നു. നോക്കിയപ്പോൾ ഒത്തിരി വീടുകളെല്ലാം നല്ല മനോഹരമായ വീടുകൾ, വാർക്ക കെട്ടിടങ്ങൾ. അവിടുത്തെ മലയാളികളോട് ചോദിച്ചപ്പോൾ അവർ മക്കളെല്ലാം വിദേശത്ത് അവരൊക്കെയാണ്. നല്ലതാണ്, വിദേശത്ത് പോയി ജോലി ചെയ്തു. പക്ഷെ അവരൊക്കെ അത്ര സുരക്ഷിതമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തെല്ലാം അപകടങ്ങളാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നെല്ലാം രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ നമ്മുടെ സഹോദരങ്ങളുണ്ടാകാം, മക്കളുണ്ടാകാം. അവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുക. അവർ പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ദൈവാനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടാകും, സുരക്ഷിതത്വമുണ്ടാകും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കുക, വിശുദ്ധ അമ്മത്രേസ്യയുടെ മാധ്യസ്ഥ അപേക്ഷിക്കുക. അമ്മത്രേസ്യയുടെ നാമത്തിലെ പള്ളി ഉണ്ടാകാൻ കാരണം കടുവേൽ കുടുംബത്തിൻ്റെ ഭാര്യ ആവശ്യപ്പെട്ടതനുസരിച്ചാണ്. ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, പള്ളികളെ സ്ഥാപിക്കുന്നതിന് ഞങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ അമ്മത്രേസ്യയുടെ നാമത്തിൽ വേണം സ്ഥാപിക്കാൻ പള്ളി. അമ്മത്രേസ്യയുടെ രൂപം ഞാൻ വാങ്ങിത്തരാം എന്ന് ആ സ്ത്രീ പറഞ്ഞു. അങ്ങനെ മംഗലാപുരത്ത് നിന്ന് അമ്മത്രേസ്യയുടെ രൂപം വരുത്തി ഇവിടെ തരികയും ചെയ്തു. അങ്ങനെയാണ് അമ്മത്രേസ്യയുടെ നാമത്തിൽ പശുക്കടവ് പള്ളി ഈ രൂപതയിൽ ഏക പള്ളിയാണ്. പിന്നെ ഒരു മാഹിയിലെ ലത്തീൻ രൂപതയാണ്. നമ്മുടെ സുറിയാനി രൂപതയിൽ പശുക്കടവ് പള്ളിയാണ് അമ്മത്രേസ്യയുടെ നാമത്തിലുള്ള പള്ളി. അപ്പോൾ അമ്മത്രേസ്യയുടെ മാധ്യസ്ഥ അപേക്ഷിക്കുക. ഒത്തിരി അനുഗ്രഹം നമുക്ക് ലഭിക്കും. പ്രത്യേകം പ്രാർത്ഥിക്കുക. എല്ലാവരും നന്മ ആശംസിച്ചുകൊണ്ട് മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്താൻ മാതാപിതാക്കൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്